എട്ടാം ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അതിഭയാനകമായിട്ടുള്ളൊരു പോരാട്ടമാണ് കുരുക്ഷേത്ര ഭൂമി കണ്ടത്. ഭീമസേനൻ അപ്രതീക്ഷിതമായി 8 കൗരവ രാജകുമാരന്മാരെ വീഴ്ത്തുകയും അതുപോലെ തന്നെ ഇരവാനും അലംബുഷനും തമ്മിലുള്ള അതിഭയാനകമായിട്ടുള്ള മായായുദ്ധവും ഏറ്റുമുട്ടലിലും ഇരവാൻ പതിക്കുകയും ചെയ്തു. ശേഷം എന്തെല്ലാം 8-ാം ദിവസം അരങ്ങേറി നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 12-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഇരവാൻ്റെ മരണം കടോൽഗജനെ പിടിച്ചു കുലുക്കുക മാത്രമല്ല ചെയ്തത്, അതിഭയാനകമായിട്ടുള്ളൊരു ക്രോധം ആ രാക്ഷസനിൽ ഉണർത്തി. ആ ക്രോധത്തോടുകൂടി കടോൽഗജൻ ദുര്യോധനനെ നോക്കിയിട്ട് അതിഭയാനകമായിട്ടുള്ളൊരു രൂപമെടുത്ത് കയ്യിൽ അതിനേക്കാട്ടിയും ഭയാനകമായിട്ടുള്ള ഒരു കുന്തവുമെടുത്ത് ദുര്യോധനന് നേരെ നടന്നു നീങ്ങി. എന്നാൽ കടോൽഗജൻ്റെ ആ ഒരു വരവ് കണ്ടുടനെ തന്നെ ദുര്യോധനന് ക്രോധം വരികയാണ് ഉണ്ടായത്. ദുര്യോധനൻ ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ഒരു വില്ല് കയ്യിലെടുത്തു. എന്നിട്ട് യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ഗർജിച്ചു. എന്നിട്ട് കടോൽഗജനുമായി നേരിടുവാൻ തയ്യാറായി. അങ്ങനെ കടോൽഗജനുമായി നേരിടുവാനായി ദുര്യോധനൻ തയ്യാറായി നിന്ന ആ സമയത്ത് വാങ്കദേശത്തെ രാജാവ് അദ്ദേഹം 10,000 ആനകളുടെ അകമ്പടിയോടുകൂടി ദുര്യോധനനെ പിന്തുടർന്നു. അങ്ങനെ ആ ഗജസൈന്യത്തോടുകൂടി ദുര്യോധനൻ കടോൽഗജന് നേരെ പൊക്കോണ്ടിരുന്ന ഉടനെ തന്നെ കടോൽഗജൻ്റെ 2 വശങ്ങളിൽ നിന്നും കടോൽഗജൻ്റെ രാക്ഷസ സൈന്യം ഈ ആനപ്പടയെ ലക്ഷ്യമാക്കി അതിഭയാനകമായിട്ടുള്ള ഒരു പോക്കായിരുന്നു. ഇവരുടെ ഈ ഒരു ഗർജനവും ശബ്ദവും കേട്ട് കുരുക്ഷേത്ര ഭൂമിയിലുള്ള ആളുകളൊന്ന് ഭയപ്പെട്ടു. കാരണം മിക്ക ആളുകളും രാക്ഷസന്മാരുടെ പോരാട്ടമൊക്കെ ആദ്യമായിട്ടായിരിക്കണം നേരിട്ട് കണ്ടിരുന്നത്. ഈ രാക്ഷസന്മാർ അവരുടെ കയ്യിൽ സാധാരണ മനുഷ്യരുപയോഗിക്കുന്നതിനെക്കാട്ടിയും ഭയാനകമായിട്ടുള്ള വാളും കുന്തവും ഗദയും എന്ന് വേണ്ട ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ ആനപ്പടയിലോട്ട് ഇരച്ചു കയറി. രാക്ഷസന്മാർ കയറി ഈ ആനപ്പട 10,000-ഓളം വരുന്ന ഈ ആനപ്പടയിൽ ആനകളെ ഓരോന്നിനെ വീഴ്ത്തി തുടങ്ങി. ഇവർ കയറിയതും ഓരോ ആനകൾ പ്രഹരമേറ്റ് ചരിഞ്ഞു വീഴുന്നതുമാണ് കണ്ടത്. എന്തിനേറെ പറയുന്നു, ചില രാക്ഷസന്മാർ അവരുടെ കയ്യിൽ മലയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. മലയും മരം പുഴുതെടുത്തുമൊക്കെ ഇരിക്കുന്നുണ്ട്. അത്രത്തോളം ഭീമരൂപികളായിട്ടുള്ള രാക്ഷസന്മാർ. അങ്ങനെ രാക്ഷസന്മാർ തൻ്റെ ഗജസൈന്യത്തിനെ ചിന്നിച്ചിതറി ഓടിക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ ദേഷ്യത്തോടു കൂടി രാജാവായ ദുര്യോധനൻ തൻ്റെ ശക്തമായ വില്ലുയർത്തിയിട്ട് കടോൽഗജന് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. എന്നാൽ ആദ്യം തന്നെ ദുര്യോധനൻ രാക്ഷസന്മാരുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളെ ലക്ഷ്യമാക്കി അവരെ അസ്ത്രങ്ങൾ ചെയ്ത് വീഴ്ത്തി തുടങ്ങി. ഇതിൽ 4 പ്രശസ്തരായിട്ടുള്ള രാക്ഷസന്മാരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് ദുര്യോധനൻ അവിടെയുള്ള രാക്ഷസന്മാരെ എല്ലാം അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. കടോൽഗജന് നേരെയും അസ്ത്രങ്ങൾ പ്രഹരിക്കാനൊരുങ്ങിയ ഉടനെ കടോൽഗജൻ ഭീമാകാരമായിട്ടുള്ള ഒരു വലിയ വില്ലെടുത്തിട്ട് ആ വില്ലിൽ ഞാണൊലി കേൾപ്പിച്ചു. ദുര്യോധനനോട് കടോൽഗജൻ പറഞ്ഞു, നീ ദുഷ്ടബുദ്ധിയായിട്ടുള്ള നീ ഒറ്റയൊരുത്തൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. നീ കള്ളച്ചൂതിലല്ലടാ പാണ്ഡവരെ തോപ്പിച്ചത്. എന്നിട്ട് നീ അവരെ വനവാസത്തിലയച്ചു, അവരെ കഷ്ടപ്പെടുത്തി. ഇതൊന്നും പോരാഞ്ഞിട്ട് നിന്റെ ക്രൂരമായിട്ടുള്ള ബുദ്ധി കാരണമല്ലേ ദ്രൗപദിയെ വലിച്ചു കഴിച്ചുകൊണ്ട് ചൂതുസഭയിലേക്ക് കൊണ്ടുവന്നത്. ഇതൊന്നും പോരാ, ഇവർ വനവാസത്തിൽ നിന്നിരുന്ന സമയത്ത് അവരുടെ ആശ്രമത്തിലേക്ക് ജയദ്രഥൻ വരികയും ദ്രൗപദിയെ അവിടെയും ശല്യം ചെയ്യുകയും ചെയ്തു, അവിടെയും കഷ്ടപ്പെടുത്തി. എന്നിട്ട് എൻ്റെ വല്യച്ഛനെയും എൻ്റെ അച്ഛനെയും എൻ്റെ ഇളയച്ഛന്മാരെയും അവൻ അപമാനിച്ചു. ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തനാണ്. ഇന്ന് നീ എൻ്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രതിജ്ഞയൊന്നും ഞാൻ നോക്കത്തില്ല, എന്നെ ഞാൻ വധിച്ചിരിക്കും ദുര്യോധന എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കടോൽഗജൻ അസ്ത്രങ്ങൾക്ക് മീതെ അസ്ത്രങ്ങളായിട്ട് ഒരു ശരവർഷം ദുര്യോധനന് നേരെയും കൗരവ പടയ്ക്ക് നേരെയും അയച്ചു. ആ ശരവർഷം അതിഭയാനകമായിട്ടുള്ള ഒന്നായിരുന്നു. എങ്ങനെയൊക്കെയോ ദുര്യോധനൻ കുറേ അസ്ത്രങ്ങളിൽ നിന്നെല്ലാം കൊഴിഞ്ഞു മാറി. ആ അസ്ത്രങ്ങൾ കടോൽഗജൻ്റെ ദേഹം പിളർക്കുകയും ആ ശരീരം മുഴുവനും ചുവന്ന നിറത്തിലാക്കുകയും ചെയ്തു. ഉടനെ തന്നെ വീണ്ടും കടോൽഗജൻ്റെ ദേഷ്യം കൂടുകയാണ്. ദേഷ്യം കൂടിയിട്ട് കടോൽഗജൻ അതിഭയാനകമായിട്ടുള്ള ഒരു വലിയ കുന്തം കയ്യിലെടുത്തു. ആ കുന്തത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗത്ത് നിന്ന് അഗ്നി പ്രവഹിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം മൂർച്ചയായിരുന്നു. അതിഭയാനകമായ കുന്തവും എടുത്തുകൊണ്ട് കടോൽഗജൻ ദുര്യോധനന് നേരെ ചെന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വാങ്കദേശത്തെ രാജാവ് ആനപ്പുറത്ത് വന്ന് കടോൽഗജൻ്റെ വഴി മുടക്കി. രാജാവിൻ്റെ അടുത്ത്, അതായത് ദുര്യോധനൻ്റെ അടുത്തോട്ട് പോകാൻ സമ്മതിക്കാതിരുന്നത്. ഇത് കണ്ടുടനെ ദേഷ്യം വന്ന കടോൽഗജൻ തൻ്റെ കയ്യിലുള്ള കുന്തം വലിച്ച് ഈ ആനയ്ക്ക് നേരെ വിട്ടു. ആന ചരിഞ്ഞു. എന്നാൽ ആന വീഴുന്നതിന് മുൻപ് തന്നെ വാങ്കാദേശത്തെ രാജാവ് ആനപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി. അത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ആനയെ കടോൽഗജൻ ഇങ്ങനെ വീഴ്ത്തിയത് കണ്ടപ്പോൾ ദുര്യോധനൻ ചെറുതായിട്ടൊന്ന് പിടച്ചുവെങ്കിലും വീണ്ടും ക്ഷത്രിയധർമ്മം ഓർത്ത് കടോൽഗജന് നേരെ പോരാടിയിട്ട് അഗ്നിമയമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു അസ്ത്രം
നേരെ ദുര്യോധനൻ കടോൽഗജന് നേരെ വിട്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭീമരൂപിയായ രാക്ഷസൻ തൻ്റെ മെയ്വഴക്കം അവിടെ പ്രദർശിപ്പിച്ചു. വരുന്ന അസ്ത്രത്തിൽ നിന്ന് അതിവിദഗ്ധമായി കടോൽഗജൻ ഇങ്ങനെ ഒഴിഞ്ഞങ്ങ് മാറി. ആ അസ്ത്രം അതിൻ്റെ വഴിക്കും പോയി, കടോൽഗജനൊന്നും പറ്റിയില്ല. എന്നാൽ പിന്നെ അങ്ങോട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ ചെവി പൊട്ടിക്കുന്ന രീതിക്ക് കടോൽഗജൻ ദേഷ്യത്തിൽ അലറി ഭൂമിയിലിട്ട് ചവിട്ടി. അതായത് ദേഷ്യവും ഭയങ്കരമായിട്ട് കയറുന്നു. എന്നാൽ എല്ലാവരും കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൗരവന്മാർക്കിടയിലെ ആ മഹാപ്രതാപിയായിട്ടുള്ള കൗരവന്മാരുടെ സംരക്ഷകനും അതുപോലെ തന്നെ അവരുടെ പ്രൗഢിയുടെ കാവലാളുമായിട്ടുള്ള ഭീഷ്മാചാര്യർ ആ ശബ്ദം കേട്ടു. ഭീഷ്മർ ഉടനെ തന്നെ തൻ്റെ രഥം ദ്രോണരുടെ രഥത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ദ്രോണരോട് പറഞ്ഞു, ദ്രോണരെ, ആ കടോൽഗജൻ്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. എനിക്ക് ഉറപ്പാണ് അവൻ ദുര്യോധനനുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അധിക നേരം അവിടെ വെച്ചിരുന്നാൽ ചിലപ്പോൾ ചെറുക്കനെ ചവിട്ടിക്കൂട്ടും. അതുപോലെ അങ്ങും നമ്മുടെ കൂട്ടത്തിലുള്ള മുൻതിര മഹാരഥന്മാരും എല്ലാവരും അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാനായി അങ്ങോട്ടേക്ക് പോയാലും എന്ന് ഭീഷ്മർ പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു തീർന്നുടനെ തന്നെ ഒരു കൂട്ടം ശക്തമായ രഥങ്ങൾ അവിടെ നിന്ന് വായുവേഗത്തിൽ ദുര്യോധനന് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ രഥങ്ങളുടെ വഴിമുടക്കുന്ന എല്ലാ പാണ്ഡവ യോദ്ധാക്കളെയും വീഴ്ത്തിക്കൊണ്ടാണ് ആ രഥങ്ങൾ ദുര്യോധനനെ സംരക്ഷിക്കുവാനായി പൊയ്ക്കൊണ്ടിരുന്നത്. ദൂരത്തു നിന്ന് ആ കാഴ്ചയിലേക്ക് നമ്മൾ സൂക്ഷ്മമായി വീക്ഷിച്ചാൽ രഥത്തിൻ്റെ പടത്തലയ്ക്കിൽ നിൽക്കുന്നത് മഹാഗുരുവായ ദ്രോണാചാര്യരാണ്. ദ്രോണാചാര്യരുടെ രഥം മാത്രമല്ല, ആ രഥത്തിൻ്റെ കൂടെ ശക്തമായിട്ടുള്ള പല രഥങ്ങളും ഉണ്ടായിരുന്നു. ആ രഥത്തിലുണ്ടായിരുന്നത് കൗരവന്മാർക്കിടയിലെ മുൻനിര യോദ്ധാക്കളായിരുന്നു. സോമദത്തൻ, ബാഹ്ലീകൻ, അതുപോലെ ശല്യർ, വിവിംശതി, വികർണൻ, കൃപാചാര്യർ, അങ്ങനെ മുൻനിര യോദ്ധാക്കൾ എല്ലാവരും കൊണ്ട് ഇവരുടെ കൂടെ അതിശക്തനായിട്ടുള്ള അശ്വത്ഥാമാവും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ അവിടെ വന്ന് ദുര്യോധനൻ്റെ രഥത്തിന് നേരെ ഇങ്ങനെ വട്ടം വെച്ച് ദുര്യോധനനെ സംരക്ഷിക്കുവാനായിട്ട് നിന്നു. ഇവരെ ഒരുമിച്ച് കണ്ട ഉടനെ കടോൽഗജൻ അങ്ങോട്ട് ദേഷ്യം കൂടുകയുണ്ടായി. ഉടനെ കടോൽഗജൻ കണ്ടാൽ ആരും ഭയക്കുന്നത് പോലത്തെ ഒരു വില്ലെടുത്ത് ഞാണലി ഏൽപ്പിച്ച് അവിടെ വന്ന മഹായോദ്ധാക്കന്മാർക്ക് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ദ്രോണരുടെ വില്ല് മുറിച്ചു, സോമദത്തൻ്റെ കൊടി മുറിച്ചു, ബാഹ്ലീകൻ്റെ നെഞ്ചത്തമ്പെയ്തു, കൃപാചാര്യരെ അമ്പെയ്തു, വികർണനെ അസ്ത്രം ചെയ്ത് തോളത്ത് മുറിപ്പെടുത്തി. അങ്ങനെ ഒരുപാട് പേരുടെ, ചിലവരുടെ കൊടി മുറിച്ചിട്ടും ചിലവരുടെ വില്ല് മുറിച്ചിട്ടു, ചിലവരുടെ സാരഥിയെ വധിച്ചു. അങ്ങനെ ഭയാനകമായിട്ടുള്ള പോരാട്ടം കടോൽഗജൻ അവിടെ കാണിച്ചു. എന്നാൽ ഇവരാരും ഭയന്നില്ല. ഇവരുടനെ തന്നെ ശക്തമായ അവരുടെ മറ്റുള്ള വില്ലുകൾ എടുത്തിട്ട് വട്ടം കൂടി കടോൽഗജനെ ലക്ഷ്യമാക്കി ഒരുമിച്ച് അസ്ത്രമെയ്ത് കടോൽഗജൻ്റെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ എയ്ത് കയറ്റി. അത് കടോൽഗജന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആ വേദനയോടുകൂടി കടോൽഗജൻ യുദ്ധഭൂമിയിൽ എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന മറ്റൊരു പരിപാടി ചെയ്തു. ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് പറന്നങ്ങ് പൊങ്ങി. അവിടെ നിന്നുകൊണ്ട് അതിഭയാനകമായി ഗർജിച്ചു. ആ ഗർജനമെന്ന് പറയുമ്പോൾ യുദ്ധഭൂമി മുഴുവനും കേൾക്കുന്നത് പോലെയായിരുന്നു. അപ്പോൾ കടോൽഗജൻ്റെ ഈ ഒരു അലർച്ച യുധിഷ്ഠിരൻ കേട്ടു. യുധിഷ്ഠിരന് കടോൽഗജനോടൊരു പ്രത്യേക വാത്സല്യമുള്ളത് നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചക്രവർത്തി സാമ്രാട്ട് യുധിഷ്ഠിരൻ ഉടനെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യോദ്ധാവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ ശബ്ദം കേട്ടോ? അത് കേട്ടാലറിയാം കടോൽഗജൻ ഒറ്റയ്ക്ക് ധൃതരാഷ്ട്രപുത്രന്മാരുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ അലർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അവൻ സഹിക്കാവുന്നതിലും അപ്പുറം ബുദ്ധിമുട്ട് അവൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ നല്ല ആപത്തിലുമാണ്. ഭീഷ്മപിതാമഹൻ പാഞ്ചാലരെ മുഴുവനും നശിപ്പിക്കുന്ന രീതിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുവാനായിട്ട് അർജുനൻ അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ കുറച്ചുകൂടെ യോദ്ധാവിൻ്റെ അടുത്തോട്ട് പോയിട്ട് പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ മുന്നിൽ 2 ടാസ്ക്കാണുള്ളത്. 1, ശത്രുക്കളെ പ്രഹരിക്കുക. 2, നിൻ്റെ മകനായ കടോൽഗജനെ രക്ഷിക്കുക. പോയി നിൻ്റെ മോനെ രക്ഷിക്കൂ ഭീമസേന എന്ന് പറഞ്ഞു. ആ യോദ്ധാവ് മറ്റാരുമല്ലായിരുന്നു, ഭീമസേനനായിരുന്നു. അതായത് ഓൾറെഡി അവിടെ കടോൽഗജനുണ്ട്, അവിടെ ഭീമനും കൂടെ ചെല്ലാൻ പോവുകയാണ്. ഭീമൻ മാത്രമല്ല, ഭീമൻ്റെ കൂടെ പാണ്ഡവ പക്ഷത്തിലുള്ള മുൻനിര യോദ്ധാക്കളിൽ കുറേ പേരും കൂടി ചെല്ലുന്നുണ്ട്. അതിൽ ദ്രൗപദീപുത്രന്മാരും ഉണ്ട്, അഭിമന്യു ഉണ്ട്. എന്താണ്, പേമാരി പെയ്യുന്ന സ്ഥലത്ത് സുനാമി വരുന്നൊരവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് കിൻഡലിടി നമുക്കിനി കാണാം. അങ്ങനെ കടോൽഗജൻ ആകാശത്ത് നിന്നുകൊണ്ട് എങ്ങനെയൊക്കെയോ ഇവരുമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ വീണ്ടും കടോൽഗജന് നേരെ അസ്ത്രങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഭൂമി വിറപ്പിക്കുന്നത് പോലെ, ഒരു സിംഹം ഗർജിക്കുന്നത് പോലെ ഒരു ഗർജനം അവർ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ കുറേ കൗരവപക്ഷത്തിലെ യോദ്ധാക്കളുടെ മുഖം വിളറി വെളുത്തും. ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് പാണ്ഡവ സൈന്യം അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സൈന്യത്തിൽ നിന്ന് ഗർജിച്ചു കൊണ്ടിരിക്കുന്നത് ഭീമസേനൻ. ആ സൈന്യത്തിൻ്റെ പടത്തലക്കിൽ നിൽക്കുന്നത് അഭിമന്യു. പിന്നെ അഭിമന്യു മാത്രമല്ല, മറ്റൊരുപാട് ശക്തരായിട്ടുള്ള യോദ്ധാക്കളും അവരുടെ കൂടെയുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കൾക്ക് പേടി തോന്നി. കാരണം ഭീമൻ കാണിച്ചു കൂട്ടുന്ന സൈസ് സംഭവങ്ങളെല്ലാം ഇവർ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഭീമൻ ഇവരുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ മനസ്സിലൊരൊറ്റ ചിന്തയുള്ളൂ, ജീവനുണ്ടെങ്കിൽ പിച്ച എടുത്തെങ്കിലും ജീവിക്കാമെന്നും പറഞ്ഞ് കുറേ യോദ്ധാക്കൾ അവിടെ നിന്ന് ഓടി, കടോൽഗജനെയും വിട്ടിട്ട് ഓടിയെന്നാണ് പറയുന്നത്. പക്ഷേ മുൻനിര യോദ്ധാക്കളെല്ലാവരും എന്തിനും തയ്യാറായി അവിടെ നിൽക്കുന്നു.
ഈ പോരാട്ടത്തിൽ ഇരുപക്ഷത്തിലെയും സൈനികർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോഴത്തേക്കും അതിഭയാനകമായിട്ടുള്ള ശബ്ദങ്ങളാണ് അവിടെ ഉണ്ടായത്. ഒരേ സമയം ഞാണൊലികൾ, ഗദാപ്രഹരങ്ങൾ, ആനയുടെ ചിഹ്നം വിളി, കുതിരയുടെ കുളമ്പടിനാദം, കുതിരകൾ പേടിച്ചോടുന്ന ശബ്ദം, എന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ പടച്ചട്ടകളെല്ലാം ഊരി തെറിച്ചു പോകുന്ന ശബ്ദം. അങ്ങനെ ഈ ഒരു പോരാട്ടത്തിൽ ഭീമസേനൻ നയിക്കുന്ന പാണ്ഡവ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കൗരവപക്ഷത്തിലുള്ള ഒരു കൂട്ടം സൈനികർ അവിടെ നിന്ന് ഓടാൻ ഒരുങ്ങി. ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ ദുര്യോധനന് ദേഷ്യം വന്നു. ദേഷ്യം വരും, സ്വാഭാവികം. അന്നത്തെ ദിവസം ഓൾറെഡി 8 സഹോദരന്മാരെ വീഴ്ത്തിയതാ. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ദുര്യോധനൻ തൻ്റെ കയ്യിൽ ശക്തമായ ഒരു വില്ലെടുത്തിട്ട് ക്ഷണനേരം കൊണ്ട് ഭീമനെ പതറപ്പിക്കുന്നത് പോലെ അസ്ത്രങ്ങൾ കൊണ്ട് ഭീമനെ മൂടി. എന്നിട്ട് മറ്റൊരു ദിശയിലേക്ക് അർദ്ധചന്ദ്ര രൂപത്തിലുള്ള അസ്ത്രം ദുര്യോധനൻ അയച്ചു. ആ അസ്ത്രം വന്ന് ഭീമസേനൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ആ ഗ്യാപ്പിൽ, ഭീമൻ അടുത്ത വില്ലെടുക്കുന്ന ആ ഗ്യാപ്പിൽ വളരെ മൂർച്ച കൂടിയ ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് വെച്ച് ചെവിയോളം വലിച്ചു പിടിച്ച് ദുര്യോധനൻ ഭീമന് നേരെ അയച്ചു. ആ അസ്ത്രം ഭീമൻ്റെ നെഞ്ചത്തോട്ട് തറച്ചു കയറി. ഭീമൻ ആ അസ്ത്രത്തിൻ്റെ പ്രഹരത്തിൽ ഇങ്ങനെ പിറക്കോട്ട് പോയി തൻ്റെ കൊടിയുടെ ദണ്ഡത്തിൽ പിടിച്ച് ഇങ്ങനെ നിന്നു ക്ഷീണിച്ചിട്ട്. അങ്ങനെ ഭീമൻ ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ദേഷ്യം സഹിക്കാൻ വയ്യാതെ കടോൽഗജൻ ഭയങ്കരമായിട്ട് അവിടെ നിന്നുകൊണ്ട് അലറി. ഉടനെ തന്നെ അഭിമന്യു, ദോ വല്യച്ഛൻ അവിടെ അങ്ങനത്തെ അവസ്ഥയിലാണ്, എല്ലാവരും അങ്ങോട്ട് വാന്നും പറഞ്ഞ് അഭിമന്യു പടത്തലക്കൽ നിന്നുകൊണ്ട് മറ്റുള്ള മുൻനിര യോദ്ധാക്കളെയും കൊണ്ട് ദുര്യോധനന് നേരെ ചെന്നു. അങ്ങനെ ദുര്യോധനന് നേരെ ചെന്നിട്ട് അഭിമന്യു ദുര്യോധനനെ പ്രഹരിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് ഉടനെ തന്നെ ദ്രോണർ തൻ്റെ കൂടെയുള്ള മറ്റുള്ള യോദ്ധാക്കളോട് പറഞ്ഞു, എല്ലാവരും പോയി രാജാവിൻ്റെ തല രക്ഷിച്ചോ, കാരണം പാണ്ഡവർ ഒരുമിച്ച് ദുര്യോധനനെ ആക്രമിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കൗരവകോശത്തിലുള്ള മുൻനിര യോദ്ധാക്കളുടെ പടത്തലക്കിൽ സോമദത്തിൽ നിന്നുകൊണ്ട് ഈ സൈന്യത്തിൻ്റെ ഈ മഹാരഥന്മാർ, ഈ മഹായോദ്ധാക്കൾ അഭിമന്യുവിനെയും കൂട്ടരെയും നേരിടാനായി ചെന്നു. ഈ ഗ്യാപ്പിൽ ഭീമൻ ഒന്ന് ബോധമൊക്കെ വന്ന് അസ്ത്രമൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഈ ഒരു പാണ്ഡവരുടെ പടത്തലക്കിൽ തന്നെ വന്ന് നിന്നിട്ട് അങ്ങോട്ട് പോരാടാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ അവിടെ കൗരവപക്ഷത്തിലുള്ള ആളുകളെത്തി ദുര്യോധനനെ വളഞ്ഞല്ലോ. ഈ ഗ്യാപ്പിൽ വീണ്ടും ദ്രോണാചാര്യർ ദുര്യോധനന് നേരെ, ഭീമസേനന് നേരെ 25 അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചു. ഓൾറെഡി ഒരസ്ത്രപ്രഹരത്തിൻ്റെ എഫക്റ്റിൽ ഭീമൻ ഇരുന്നിട്ട് എണീച്ച് വന്നതേ ഉള്ളൂ. ഭീമസേനൻ ആ അസ്ത്രങ്ങൾ നല്ലതുപോലെ പ്രഹരിച്ചു. ചിലതൊക്കെ ചട്ട വളർന്നു, ചിലതൊക്കെ ദേഹത്ത് മുറിവുണ്ടാക്കി. പക്ഷെ അതിശക്തനായിട്ടുള്ള ഭീമസേനൻ ഇപ്രാവശ്യം തളർന്നില്ല. തൻ്റെ ഭയാനകമായിട്ടുള്ള വില്ല് കയ്യിലെടുത്തിട്ട് ഭീമസേനൻ ദ്രോണാചാര്യരുടെ ഇടത്തെ വാക്കിൽ ആ ഭാഗത്ത് തന്നെ 10 അസ്ത്രങ്ങൾ കൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി പ്രഹരിച്ചു. ദ്രോണാചാര്യർ പ്രായമായ ആളും കൂടെ ആയതുകൊണ്ട് ക്ഷീണിച്ച് അവിടെ ഇരുന്നു പോയി. രഥത്തിൻ്റെ അവിടെ ഇരുന്നു പോയി ഭീമൻ്റെ ഈ ഒരു പ്രഹരം കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഭാഗത്ത് ആവർത്തിച്ച് ആക്രമിച്ചാലുള്ളൊരു പ്രശ്നം. പിന്നെ പ്രായമായ ആളും കൂടെയാണ്, അതുകൊണ്ട് അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. ഇത് കണ്ടിട്ട് ദുര്യോധനന് സഹിച്ചില്ല. ദുര്യോധനന് വന്ന ദേഷ്യത്തിൻ്റെ 10 ഇരട്ടി ദേഷ്യം മറ്റൊരാൾക്ക് വന്നു. ആർക്ക്? ദ്രൗണിക്ക്, അശ്വത്ഥാമാവിന്. അങ്ങനെ ദുര്യോധനനും അശ്വത്ഥാമാവും കൂടെ അലറി വിളിച്ചുകൊണ്ട് ഭീമസേനന് നേരെ ഇരച്ചു വന്നു. എന്നിട്ട് ഭീമസേനനെ പ്രഹരിക്കാനൊരുങ്ങി. അപ്പോൾ ദുര്യോധനനും അശ്വത്ഥാമാവും ഭീമനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഭീമൻ പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള വില്ല് രഥത്തിൽ വെച്ചിട്ട് തൻ്റെ ഭയാനകമായിട്ടുള്ള ഗദ കയ്യിലെടുത്തു. എന്നിട്ട് ആ രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ദുര്യോധനനെയും അശ്വത്ഥാമാവിനെയും ലക്ഷ്യമാക്കി ആ ഗദയും ചുഴറ്റിക്കൊണ്ട് ഭീമൻ അങ്ങോട്ട് നടന്നു നീങ്ങി. ഈ സമയത്ത് മറ്റുള്ള കൗരവ മഹായോദ്ധാക്കളും കൂടെ ഇവരുടെ കൂടെ കൂടി ഭീമനെ പ്രഹരിക്കുവാൻ. ആ രഥങ്ങളെ ലക്ഷ്യമാക്കി ഭീമൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നിന്ന് അതിശക്തമായ യോദ്ധാക്കളുടെ രഥം വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഗദയും കൊണ്ടൊരു യോദ്ധാവ് ആ രഥങ്ങൾക്കിടയിലേക്ക് ഓടിക്കയറുന്നു. അങ്ങനെ അവർ ഭീമനെ പ്രഹരിക്കാൻ തുടങ്ങി. ഭീമൻ ഗദ ചുഴറ്റി ഒരുപാട് പ്രഹരങ്ങളെ തടയുന്നുവെങ്കിൽ പോലും കുറേയൊക്കെ ഭീമനെ മുറിപ്പെടുത്തുന്നുണ്ട്. ആകാശമാർഗം നോക്കുമ്പോൾ ശക്തമായ രഥങ്ങൾ ഭീമനെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്നു. ഭീമൻ ഗദ ചുഴറ്റി ആ രഥങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ട് ഓരോ യോദ്ധാക്കളുടെയും അസ്ത്രങ്ങളെ പ്രഹരിക്കുന്നു. ചില അസ്ത്രങ്ങൾ ഭീമൻ്റെ നേരെ കൊള്ളുന്നു. അശ്വത്ഥാമാവ് ഭീമൻ്റെ നെഞ്ച് മാത്രം ലക്ഷ്യമാക്കിയാണ് അസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ അസ്ത്രങ്ങൾ ഭീമന് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുടനെ അഭിമന്യു, അയ്യോ എൻ്റെ വല്യച്ഛൻ, വാടാ വല്യച്ഛനെ രക്ഷിക്കാം എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളെയും വിളിച്ചുകൊണ്ട് ഭീമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് നീലൻ എന്നൊരു രാജാവുണ്ട്. ഈ രാജാവ് ഭീമസേനൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. നീല നിറത്തിലുള്ള നീലൻ എന്ന രാജാവ് അവിടെ ചെന്ന് അശ്വത്ഥാമാവുമായിട്ട് പോരാടാൻ തുടങ്ങി. അങ്ങനെ അശ്വത്ഥാമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് അശ്വത്ഥാമാവിനെ നീലൻ പ്രഹരിച്ചു. അല്ല ആവശ്യമുണ്ടായിരുന്ന അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലെ ആ ഒരു രത്നം അത് തൃക്കണ്ണുപോലെ ജ്വലിക്കാൻ തുടങ്ങി. അശ്വത്ഥാമാവ് ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി.
എന്നിട്ട് അശ്വത്ഥാമാവ് അസ്ത്രങ്ങൾ അയച്ച് നീലൻ്റെ കുതിരകളെ വധിച്ചു, നീലൻ്റെ കൊടി മുറിച്ചു. എന്നിട്ട് ശക്തമായി മൂർച്ച കൂടിയ ചില അസ്ത്രങ്ങൾ എടുത്തിട്ട് നീലൻ്റെ നെഞ്ചത്തോട്ട് ഇതങ്ങ് കയറ്റി. അപ്പം നീലൻ ഇങ്ങനെ വേദനിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടുടനെ തന്നെ തൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനെയാണ് അശ്വത്ഥാമാവ് പ്രഹരിച്ചതെന്ന് മനസ്സിലാക്കിയ ആരാണ് ഘടോൽകചൻ അലറി വിളിച്ചുകൊണ്ട് ദേഷ്യത്തോടുകൂടി അശ്വത്ഥാമാവിന് നേരെ പോരാടാനായിട്ട് വരുന്നു. എന്നാൽ ഘടോൽകചൻ ഭൂമിമാർഗത്തിൽ ഇറങ്ങി അശ്വത്ഥാമാവിന് നേരെ ഓടി അടുത്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഘടോൽകചൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഭീമരൂപികളായിട്ടുള്ള രാക്ഷസന്മാരും അശ്വത്ഥാമാവിനെ ലക്ഷ്യമാക്കി വരുന്നു. അപ്പോൾ ഒരു കൂട്ടം രാക്ഷസന്മാരും അതിനു മുന്നിൽ ഘടോൽകചനും കൂടെ അശ്വത്ഥാമാവിന് നേരെ ഇങ്ങനെ വരുന്നത് കണ്ടുടനെ തന്നെ അശ്വത്ഥാമാവ് തൻ്റെ ശക്തമായ വില്ലെടുത്തിട്ട് അതിൻ്റെ ഞാണൊന്ന് വലിച്ചു നോക്കി. എന്നിട്ട് തൻ്റെ തോളലുകളെല്ലാം ഇങ്ങനെ നനക്കി റെഡിയായിട്ട് ഒരമ്പെടുത്ത് തൻ്റെ വില്ലിൽ 2 കൊട്ടുവിട്ടിട്ട് വലിച്ചൊരൊറ്റ അസ്ത്രം ഒന്ന് വിട്ടു. ആ അസ്ത്രം പോയി ഒരു രാക്ഷസൻ്റെ ദേഹത്ത് കയറി ആ രാക്ഷസനെ അവിടെ വീഴ്ത്തിയത് എല്ലാവരും കണ്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അശ്വത്ഥാമാവിൻ്റെ രഥത്തിൽ നിന്ന് അശ്വത്ഥാമാവ് ഇങ്ങനെ ഞാണൽ കേൾപ്പിക്കുകയും അവിടെ നിന്നും തുരുതുരാ ഒരുപാട് അസ്ത്രങ്ങൾ അവർക്ക് നേരെ വരുന്നതും അവർ കണ്ടു. ആ അസ്ത്രങ്ങൾ അവിടെ വന്നിരുന്ന ഒരു കൂട്ടം രാക്ഷസന്മാരെ തീർത്തു. അങ്ങനെ അശ്വത്ഥാമാവ് യുദ്ധഭൂമിയിൽ ഒരു സ്ഥലത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വന്ന രാക്ഷസന്മാരെയൊക്കെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടുടനെ ഘടോൽകചന് ദേഷ്യം വന്നിട്ട് ഘടോൽകചൻ ഭൂമിയിൽ 2 ചവിട്ടൊക്കെ ചവിട്ടിയിട്ട് വിരലൊന്നിങ്ങനെ ഞൊടിച്ചു. ഉടനെ തന്നെ യുദ്ധഭൂമിയിൽ അതിഭയാനകമായിട്ടുള്ളൊരു അന്തരീക്ഷം. കൗരവപക്ഷത്തിലെ യോദ്ധാക്കളെല്ലാം അലമുറയിട്ട് കരയാൻ തുടങ്ങി. കാരണം ആ യോദ്ധാക്കൾ കാണുന്നത് എന്താണെന്നറിയോ? അശ്വത്ഥാമാവ്, ദുര്യോധനൻ, ധൃതരാഷ്ട്രപുത്രന്മാർ ഇവരെല്ലാവരും ചലനമറ്റ യുദ്ധഭൂമിയിൽ മുഖം ഭൂമിയിലോട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അവർക്ക് ചുറ്റും ചുവന്ന നിറം, അവരുടെ വില്ലുകളൊക്കെ പൊട്ടിയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, മഹാഗുരു ദ്രോണാചാര്യർ പോലും അനക്കമില്ലാതെ കൈകളെല്ലാം ഇങ്ങനെ ദൂരോട്ടാക്കി, എന്നുവെച്ചാൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ഭൂമിയിൽ അനക്കമില്ലാതെ കിടക്കുന്നു. അങ്ങനെ ആ ഒരു ഭയാനകമായ കാഴ്ച കണ്ടിട്ട്, കാരണം ആരും അനങ്ങുന്നില്ല, ഭൂമിയിൽ തന്നെ കിടക്കുക. എന്ത് സംഭവിച്ചു എന്ന് ഇവർക്കറിയാൻ വയ്യ. ഉടനെ കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് ആ രാജാക്കന്മാരും യോദ്ധാക്കളും അവിടെ നിന്ന് ഓടാനൊരുങ്ങിയപ്പോൾ ഒരു ശബ്ദം. ഭീഷ്മരാണ്. നമ്മുടെ നാട്ടുമ്പുറം ഭാഷയെ പറഞ്ഞാൽ ഭീഷ്മർ ഏകദേശം ഇതുപോലെ എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഒന്നും പറ്റിയിട്ടില്ല, അതവൻ്റെ മായയാണ്, അവരെല്ലാവരും ഇവിടെ ഒന്ന് പോരാടുന്നുണ്ട്, അങ്ങോട്ട് കയറിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഘടോൽകചൻ്റെ മായയായിരുന്നു അത് ഭീഷ്മർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഭീഷ്മർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചിട്ടയായിട്ടുള്ള ജീവിതവും അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനാ രീതികളും, തൻ്റെ ജീവിതം മുഴുവനും ഒരു തപസ്യയായിരുന്നു ഭീഷ്മർക്ക്. അതുകൊണ്ട് തന്നെ നല്ല ബോധമുണ്ട് ഭീഷ്മർക്ക്, നല്ല ബോധമുള്ള ആളാണ്. പിന്നെ അത് മാത്രമല്ല, ഭീഷ്മരുടെ ഒരു ഫാമിലി എന്ന് ആലോചിച്ച് നോക്കണേ. ഭീഷ്മരുടെ അമ്മ എന്ന് പറയുമ്പോൾ ഗംഗയാണ്. അപ്പോൾ അമ്മയുടെ സഹോദരിയല്ലേ നമ്മുടെ കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ഭീഷ്മരുടെ കുഞ്ഞമ്മ ഇപ്പോൾ ആരായിട്ട് വരും? ഗംഗാദേവിയുടെ സഹോദരി ആരാണ്? പാർവതി ദേവി. ഭീഷ്മരുടെ കുഞ്ഞമ്മ എന്ന് പറയുന്നത് പാർവതി ദേവിയാണ്. ഭീഷ്മരുടെ കൊച്ചച്ഛൻ ആരാണ്? മഹാദേവൻ. ഭീഷ്മരുടെ സഹോദരന്മാരുടെ പ്രായത്തിലുള്ള സഹോദരന്മാരുടെ ജനറേഷനിലുള്ള ആളുകൾ ആരൊക്കെയാണ്? സുബ്രഹ്മണ്യ സ്വാമി, ഗണപതി ഭഗവാൻ. അപ്പോൾ അത്രത്തോളം ശക്തമായിട്ടുള്ളൊരു ഫാമിലിയിൽ അംഗവും കൂടെയല്ലേ ഭീഷ്മർ. അതുകൊണ്ട് തന്നെ നല്ല ബോധം പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഭീഷ്മർ, പിന്നെ അത് മാത്രമല്ല, വിരാട യുദ്ധത്തിൽ അർജുനൻ്റെ സമ്മോഹനാസ്ത്രത്തിൻ്റെ പ്രയോഗം നടത്തിയപ്പോഴും ആ അസ്ത്രത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകാതിരുന്ന ഒരാൾ ഭീഷ്മരായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഭീഷ്മർ അവിടെ നിന്നിട്ട് ഇത് പറഞ്ഞുടനെ തന്നെ ഇവരെല്ലാവരും കൂടെ തിരിച്ചു പോരാടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കളെല്ലാവരും പേടി, അവരുടെ ഈ മായയുടെ എഫക്റ്റ് കാരണം അവർക്ക് ഒരുപാട് ഭയമായിപ്പോയി. പേടിച്ചിട്ട് അവരവിടെ നിന്ന് ഓടാൻ തന്നെ തീരുമാനിച്ചു. ഇല്ല, നമ്മൾ പോടേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടാനൊരുങ്ങി. പാണ്ഡവരവിടെ നിന്നിട്ട് അട്ടഹസിക്കുകയും ജയത്തിൻ്റെ ആരവങ്ങൾ മുഴക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതൊക്കെ കൂടെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഉടനെ തന്നെ ദുര്യോധനൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന കണക്ക് തൻ്റെ അപ്പൂപ്പനായിട്ടുള്ള ഭീഷ്മരെടുത്ത് പെട്ടെന്ന് ചെന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് ഭീഷ്മരെടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വാസുദേവൻ്റെ അടുത്ത് പാണ്ഡവർ ശരണാഗതി സ്വീകരിച്ച് ചെല്ലുന്നത് പോലെയാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 11 അക്ഷൗഹിണിയുണ്ട്, ഇവരെല്ലാവരും എനിക്ക് വീഴ്ത്തണം, അങ്ങ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ സംസാരിച്ചു. ഉടനെ തന്നെ ഭീഷ്മർ ദുര്യോധനൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടൊരു ദുര്യോധനനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്ക് രാജാവേ, ഇത് നീ എങ്ങനെ നിന്നെ നടത്തണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നീ ഒരു രാജാവാണ്, അതുകൊണ്ട് തന്നെ യുദ്ധഭൂമിയിൽ നിൻ്റെ സെൽഫിനെ നഷ്ടപ്പെടുത്താതെ, നിൻ്റെ ബോധം നഷ്ടപ്പെടുത്താതെ നിന്ന് പോരാടുക എന്നുള്ളതാണ് നിൻ്റെ ദൗത്യം. നിൻ്റെ ദൗത്യം എന്ന് പറയുമ്പോഴത്തേക്കും യുധിഷ്ഠിരനെയും ഭീമനെയും അർജുനനെയും നകുല സഹദേവന്മാരെയും നേരിടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നിന്ന് നീ ഒരിക്കലും പിന്മാറരുത്, അതിൽ നിന്ന് നീ ഒരിക്കലും സംശയിക്കുകയോ ഭയക്കുകയോ ചെയ്യരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം,
ക്ഷത്രിയ ധർമ്മപ്രകാരം ഒരു രാജാവ് മറ്റൊരു രാജാവിനെയാണ് പ്രഹരിക്കേണ്ടത്. അത് തന്നെയാണ് നീ ചെയ്യേണ്ടത്. ഞാനും ദ്രോണരും അശ്വത്ഥാമാവും കൃപാചാര്യരും ശല്യരും നമ്മളെല്ലാവരും കൂടെ ദുശാസനനെ പടത്തലയ്ക്കൽ നിർത്തിക്കൊണ്ട് ഈ രാക്ഷസനുമായിട്ട് പോരാടാം നിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നിനക്ക് അത്രത്തോളം അവൻ്റെ അടുത്ത് ദേഷ്യം കൂടിയെങ്കിൽ ഞാൻ ഒരാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം, നീ ചെല്ല് എന്ന് പറഞ്ഞു. പാണ്ഡവ സൈന്യം പോരാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭൂമിയെ പിടിച്ച് കുലുക്കുന്നത് പോലത്തെ ഒരു ആനയുടെ ചിന്നംവിളി കേട്ടു. ആ ചിന്നംവിളി കേട്ട് അവരങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച സാധാരണ ആനകളെക്കാട്ടിയും എത്രയോ മടങ്ങ് വലിപ്പമുള്ള, എത്രയോ മടങ്ങ് ശക്തമായിട്ടുള്ള സുപ്രതീകം എന്ന ആനയുടെ പുറത്ത് ഭഗദത്തൻ ഇരിക്കുന്നതാണ് കണ്ടത്. ഭീഷ്മർ അയച്ചേക്കുന്നത് ഭഗദത്തനെയും പ്രാഗ്ജ്യോതിഷ സേനയുമായിരുന്നു. അങ്ങനെ അപരാജിതമായിട്ടുള്ള സുപ്രതീകം എന്ന് പറയുന്ന ആനപ്പുറത്തിരുന്നു കൊണ്ട് ഭഗദത്തൻ പാണ്ഡവ സേനയ്ക്ക് വിനാശം സൃഷ്ടിക്കാൻ തുടങ്ങി. ഈ ആന അങ്ങോട്ട് ഇരച്ചു കയറിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന രഥങ്ങളെയും കുതിരകളെയും എല്ലാം അടിച്ചു തെറിപ്പിച്ചു ഈ ആന. ആനപ്പുറത്തിരുന്നു കൊണ്ട് ഭഗദത്തൻ ശരവർഷങ്ങൾ ചെയ്തു തുടങ്ങി. ഉടനെ തന്നെ ഭഗദത്തൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ഭീമന് നേരെ പോയി. ഭീമന് നേരെ ഭഗദത്തൻ ആക്രമണമുയർത്തി. ഭീമൻ ആ ആക്രമണത്തെ എല്ലാം ചെറുക്കുകയും ചെയ്തു. എന്നാൽ ഒട്ടും ഭയക്കാതെ ഭഗദത്തൻ സുപ്രതീകം എന്ന ആനപ്പുറത്തിരുന്നു കൊണ്ട് രഥത്തിൽ നിന്ന് പോരാടുന്ന ഭീമനെ നല്ലതുപോലെ ആക്രമിച്ചു. ഒരു പരിധിക്കപ്പുറമായപ്പോൾ ഭീമന് തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള ദേഷ്യം വീണ്ടും കയറി. ആ ദേഷ്യത്തിൻ്റെ ഫലമായിട്ട് ഭഗദത്തൻ്റെ സുപ്രതീകം എന്ന് പറയുന്ന ആനയുടെ കൂടെ നിൽക്കുന്ന 100 കണക്കിന് സൈനികരെ ഭീമൻ അസ്ത്രങ്ങൾ ചെയ്ത് വധിച്ചു. ഇത് കണ്ടുടനെ ദേഷ്യമെന്ന ഭഗദത്തൻ സുപ്രതീകത്തിനെ ഭീമൻ്റെ രഥത്തിന് നേരെ നയിച്ചു. ഇത് കണ്ടുടനെ ഭീമൻ തൻ്റെ രഥത്തിൽ സുപ്രതീകത്തിന് നേരെ വന്നു. ഭീമൻ ഒറ്റയ്ക്കല്ല, ഭീമൻ്റെ കൂടെ അഭിമന്യുവും പാണ്ഡവ പക്ഷത്തിലെ സൈന്യവും കൂടെ ഒരുമിച്ചാണ് വന്നത്. അങ്ങനെ ഇവർക്കിടയിൽ ഇത് പോരാട്ടം അരങ്ങേറി. ഈ സമയത്ത് ദശർണദേശത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ ആനപ്പുറത്ത് വന്നുകൊണ്ട് സുപ്രതീകത്തിലിരിക്കുന്ന ഭഗദത്തനുമായിട്ട് പോരാടാൻ തുടങ്ങി. അങ്ങനെ ദശർണ നരേശനും സുപ്രതീകത്തിന് മുകളിലിരിക്കുന്ന പ്രാഗ്ജ്യോതിഷ നരേശനായിട്ടുള്ള ഭഗദത്തനും തമ്മിൽ ഒരു പോരാട്ടമുണ്ടായി. എല്ലാവരും ആനപ്പുറത്തിരുന്നു കൊണ്ട് പോരാടുന്ന ആ ഒരു എക്സ്പേർട്ടായിട്ടുള്ള പോരാട്ടം കണ്ട് അത്ഭുതപ്പെട്ടു. എന്നാൽ ആനപ്പുറത്തിരുന്നു കൊണ്ട് ഭഗദത്തൻ ഏകദേശം 14ഓളം വേലുകൾ ഒന്നിനു പുറകെ ഒന്നായി തൻ്റെ കൈവേഗത്തിൽ വലിച്ചു വിട്ടുകൊണ്ട് ദശർണൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ആനയെ വധിച്ചു. ഇത് കണ്ടുടനെ അസഹനീയമായ പാണ്ഡവസേന ഭീമൻ നയിച്ചുകൊണ്ട് ഈ സുപ്രതീകത്തിന് നേരെ, ഭഗദത്തിന് നേരെ വീണ്ടും അവരിരച്ചു കയറി. ഈ സമയത്ത് സുപ്രതീകത്തിനെ വളരെ എഫക്റ്റീവായി ഭഗദത്തൻ ചലിപ്പിച്ചിട്ട് ആ ആനയെക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന രഥങ്ങളെയും കുതിരകളെയും കാലാൽപ്പടയാളികളെയും യോദ്ധാക്കളെയും എല്ലാം ഭഗദത്തൻ വീഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഭഗദത്തൻ്റെ പോരാട്ട വീര്യം അന്ന് യുദ്ധഭൂമി കണ്ടു. എങ്ങനെയെന്ന് വെച്ചാൽ പാണ്ഡവ പക്ഷത്തിലെ സൈന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞു തുടങ്ങി ഭഗദത്തൻ കാരണം. അങ്ങനെ തൻ്റെ പക്ഷത്തിലുണ്ടായിരുന്ന ആളുകൾ വീഴുന്നത് കണ്ടുടനെ, സൈന്യത്തിൻ്റെ എണ്ണം കുറയുന്നത് കണ്ടുടനെ സഹിക്കാനാകാതെ കടോൽഗജൻ ഒരു വലിയ കുന്തവും എടുത്തുകൊണ്ട് സുപ്രതീകത്തിന് മുകളിലിരിക്കുന്ന ഭഗദത്തനുമായി പോരാടാനായി ചെന്നു. അങ്ങനെ അതിശക്തമായ ആ കുന്തവും എടുത്തുകൊണ്ട് സുപ്രതീകത്തിന് മുകളിലിരിക്കുന്ന ഭഗദത്തന് നേരെ കടോൽഗജൻ പാഞ്ഞെടുക്കുകയും എന്നിട്ട് ചാടി ആ കുന്തം സുപ്രതീകത്തിന് നേരെ അയച്ചു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് പോലെ അർദ്ധചന്ദ്ര രൂപത്തിലുള്ള ഒരസ്ത്രം ഭഗദത്തൻ അയച്ചു. ആ അസ്ത്രം ഈ അയച്ച കുന്തത്തിനെ 2 കഷ്ണങ്ങളായിട്ട് നടുക്കൂടെ ഇങ്ങനെ കയറി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചു നട്ടു. ഇത് കണ്ടുടനെ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. എന്നാൽ കടോൽഗജന് വീണ്ടും ദേഷ്യമായി. കടോൽഗജൻ എന്ത് വന്നാലും സുപ്രതീകത്തിന് വീഴ്ത്തണമെന്നും പറഞ്ഞ് വീണ്ടും അങ്ങോട്ടേക്ക് ആക്രമിക്കാനായിട്ട് ഒരുങ്ങി. ഉടനെ തന്നെ സ്വർണ്ണപ്പിടിയുള്ള ഒരു ശക്തമായ വേല് കയ്യിലെടുത്തിട്ട് ഭഗദത്തൻ കടോൽഗജന് നേരെ അയച്ചു. ഈ വേലിങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ പറന്ന് പൊങ്ങി ഇങ്ങനെ അയക്കുന്ന രീതിക്കാണ് എറിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ പറന്ന് ആകാശത്തേക്ക് പൊങ്ങി ഉടനെ തന്നെ കടോൽഗജൻ ഭൂമിയിൽ നിന്ന് ചാടി ആകാശമാർഗത്തിലെത്തിയ ആ വേല് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ആകാശത്ത് വെച്ച് തന്നെ തൻ്റെ തൊട്ടയിൽ ഇങ്ങനെ ഒടിച്ച് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ആ വേലങ്ങ് എറിഞ്ഞു. ഇതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഇത് കണ്ടിട്ട് പാണ്ഡവപക്ഷത്തിലുള്ള യോദ്ധാക്കൾക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തിയും ധൈര്യവും സന്തോഷവും വന്നു. അതുപോലെ തന്നെ ഭഗദത്തൻ അങ്ങോട്ട് ദേഷ്യവും കയറി. ഭഗദത്തൻ സുപ്രതീകത്തിന് മുകളിലിരുന്നു കൊണ്ട് അതിഭയാനകമായി വീണ്ടും പോരാടി തുടങ്ങി. ഇപ്രാവശ്യം പാണ്ഡവ സേനയെ വീഴ്ത്തുന്നതിന് പകരം പാണ്ഡവ പക്ഷത്തിലുള്ള മുൻനിര യോദ്ധാക്കളെ എല്ലാവരെയും ഭഗദത്തൻ അസ്ത്രങ്ങൾ ചെയ്ത് മുറിവേൽപ്പിച്ചു. ഭീമനെ, കടോൽഗജനെ, അഭിമന്യുവിനെ, കടോൽഗജൻ്റെ ദേഹത്ത് 9 അസ്ത്രങ്ങളൊക്കെ ചെയ്ത് കയറ്റിയെന്നു ഒന്ന്. അതിൻ്റെ കൂട്ടത്തിൽ കേകയ രാജകുമാരന്മാരെ, ഉപപാണ്ഡവരെ, ഇവരെ എല്ലാവരെയും അസ്ത്രങ്ങൾ കൊണ്ട് ഭഗദത്തൻ പ്രഹരിക്കാനൊരുങ്ങി. ഭഗദത്തനെ പിടിച്ചാൽ കിട്ടാത്ത രീതിക്ക് സുപ്രതീകത്തിന് മുകളിലിരുന്നു കൊണ്ട് പ്രാഗ്ജ്യോതിഷ രാജാവ് പോരാടിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഭീമസേനൻ്റെ കൊടി മുറിച്ചിട്ടു. ഭീമസേനൻ്റെ കുതിരകളെയും വധിച്ചു. ഭീമസേനൻ്റെ സാരഥിയായ വിശോകനെ അസ്ത്രങ്ങൾ ചെയ്ത് ബോധം കെടുത്തി.
കൊടിയും മുറിഞ്ഞു വീണു. വിശോകൻ്റെ ബോധവും കൂടെ പോയെന്ന് കണ്ടുടനെ തന്നെ ഭീമന് ദേഷ്യം വന്നിട്ട് ഭീമൻ അലറി വിളിച്ചുകൊണ്ട് തൻ്റെ 8 ചുറ്റി പൊന്നു കെട്ടിയ ഭീമാകാരമായിട്ടുള്ള ഗദയും കയ്യിലെടുത്തുകൊണ്ട് രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി ഇറങ്ങി. രഥത്തിൽ നിന്ന് ഭീമൻ ഭൂമിയിലേക്ക് ചാടി ഇറങ്ങിയ കണ്ടുടനെ വീണ്ടും കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ ഭയന്നു തുടങ്ങി. കാരണം ഇങ്ങനെ രഥത്തിൽ നിൽക്കുമ്പോഴാണ് പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഡീസൻറ്റ്. രഥത്തിൽ നിന്ന് താഴോട്ടിറങ്ങിയാൽ തീർന്നു. അപ്പോൾ ഭീമൻ അങ്ങനെ ഗദയും ചുഴറ്റി സുപ്രതീകത്തിൻ്റെ മുകളിലിരിക്കുന്ന ഭഗതത്തിന് നേരെ ആക്രമിക്കാനായിട്ട് പോയ ആ സമയത്ത് യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് അസ്ത്രങ്ങൾ ശരവർഷം പോലെ ആകാശമാർഗം വന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന ഭഗതത്തിൻ്റെ സൈനികരെ അങ്ങോട്ട് വീഴ്ത്തി. അത്രത്തോളം മഴ പെയ്യുന്ന പോലെയാണ് അസ്ത്രങ്ങൾ അയച്ചത്. ആ അസ്ത്രങ്ങൾ വന്ന ദിശയിലേക്ക് ഭഗതത്തിനും പാണ്ഡവപക്ഷവും കൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ദിവ്യപുരുഷൻ തെളിക്കുന്ന തേര. ആ ദിവ്യപുരുഷനെ അന്ന് ഭാരതദേശത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ആ പുരുഷൻ്റെ കിരീടമെന്ന് പറയുന്നത് സൂര്യസ്പർദ്ധി കിരീടമായിരുന്നു. ആ കിരീടത്തിൽ മയിൽപീലികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ടായിരുന്നു. സാക്ഷാൽ വാസുദേവൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന ഹനുമാൻ കൊടിയടയാളമായുള്ള മഹാരഥി അർജുനൻ നിൽക്കുന്ന രഥമായിരുന്നു അത്. ആ അസ്ത്രങ്ങൾ അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് വന്ന അസ്ത്രങ്ങളായിരുന്നു. അങ്ങനെ അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്ന് വന്ന അസ്ത്രങ്ങൾ കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കളെ വീഴ്ത്തി തുടങ്ങി. അർജുനൻ നോക്കിയപ്പോൾ എന്താ പറയുക, ഭീമസേനനും കടൗൽഗജനും കൂടെ പ്രാഗ്ജ്യോതിഷ രാജാവായ ഭഗദത്തനുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദിശയിലോട്ട് അർജുനൻ അസ്ത്രങ്ങൾ അയച്ച് അവിടെയുള്ള ആളുകളെല്ലാം വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്തിൽ അർജുനൻ വന്നു എന്ന് കണ്ടുടനെ തന്നെ ദുര്യോധനൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികരെയും രാജാക്കന്മാരെയും എല്ലാവരെയും അർജുനൻ്റെ നേരെ പറഞ്ഞു വിട്ടു. എല്ലാവരും പോയി അർജുനനുമായിട്ട് പോരാടാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് അവർ ചെന്നു. ഈ സമയത്ത് ഭീമസേനൻ അർജുനൻ്റെ അടുത്തെത്തിയിട്ട് ശ്രീകൃഷ്ണസ്വാമിയോടും അർജുനനോടും ഇരവാൻ്റെ പതനത്തിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ അർജുനൻ ഇരവാൻ്റെ പതനത്തെക്കുറിച്ച് കേട്ടിട്ട് അസഹനീയമായി തൻ്റെ നെഞ്ചത്ത് കൈയും വെച്ചുകൊണ്ട് ആ രഥത്തിൽ ഇങ്ങനെ നിന്നു. സഹിക്കാൻ കഴിഞ്ഞല്ല, സ്വന്തം പുത്രനാണ് മരണപ്പെട്ടത്. അതും മരിച്ചതൊരു വീരനായി തന്നെയാണ് മരിച്ചുവെങ്കിൽ പോലും അർജുനന് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയായിരുന്നു അത്. എന്നിട്ട് അർജുനൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം മിക്കപ്പോഴും പറയുന്നത് പോലെ സെൻറ്റിമെൻ്റലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ കൃഷ്ണനോട് പറയുന്നുണ്ട്. അതിങ്ങനെ സംഭവിച്ചതല്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത്, ദുര്യോധനൻ്റെ ദുഷ്ടബുദ്ധി കാരണമല്ലേ ഇത് ഉണ്ടായത് എന്നും പറഞ്ഞ് അങ്ങോട്ട് വിഷമം. എന്നിട്ട് അർജുനൻ പറഞ്ഞു, അർജുനൻ്റെ കൈകൾ കൊണ്ട് അർജുനൻ്റെ ബന്ധുക്കളും പരിചയക്കാരും എല്ലാം മരണപ്പെടുകയാണ്. ഈ ഒരു പോരാട്ടത്തിൽ അർജുനൻ ഒട്ടും സന്തോഷവാനാകുന്നില്ല, അതിൽ നിന്നൊരു സന്തോഷവും കിട്ടുന്നുമില്ല. എന്നിരുന്നാൽ പോലും മാധവ, യുദ്ധമാകുന്ന ഈ കടലിനെ എൻ്റെ ഈ 2 ഭുജങ്ങൾ കൊണ്ട് ഞാൻ കടക്കുന്നതായിരിക്കും, അവർക്ക് നേരെ ഈ രഥം തെളിച്ചാലുമെന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞുടനെ തന്നെ കൃഷ്ണൻ രഥം നേരെ ഇവർക്ക് നേരെ തിരിച്ചു. എന്നിട്ട് അർജുനൻ കൊടുങ്കാറ്റ് പ്രഹരിക്കുന്നത് പോലെ അവരെ പ്രഹരിച്ചു തുടങ്ങി. ഈ സമയത്ത് ഭീഷ്മരും പാണ്ഡവർക്കുമിടയിൽ ഒരു ഗംഭീര പോരാട്ടം അരങ്ങേറുന്നു. ഭീഷ്മർ ഗർജിക്കുന്നു, പാണ്ഡവരും ഗർജിക്കുന്നു. പരസ്പരം അതിഭയാനകമായിട്ടുള്ള ഒരു പോരാട്ടം. ഈ സമയത്തിൽ ദ്രോണാചാര്യരും ദ്രോണാചാര്യരുടെ കൂടെ ധൃതരാഷ്ട്രപുത്രന്മാരും കൂടെ ചേർന്ന് അവരൊരുമിച്ച് ഭീമസേനനെ ആക്രമിക്കാനൊരുങ്ങി. അതുപോലെ ഭീഷ്മരും കൃപാചാര്യരും ഭഗദത്തനും സുശർമാവും കൂടെ അർജുനനെ ആക്രമിക്കാൻ തുടങ്ങി. ഹാർദിക്യനും ബാഹ്ലികനും കൂടെ ചേർന്ന് സാത്യകയെ ആക്രമിച്ചു. അതുപോലെ തന്നെ അംബസ്തൻ എന്ന രാജാവ് അഭിമന്യുവിനെ ആക്രമിച്ചു. അങ്ങനെ ഈ പോരാട്ടം അങ്ങനെ മുറുകിക്കൊണ്ടിരുന്നു. ദ്രോണരുടെ കൂടെ നിന്നുകൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാർ അത് ഭയാനകമായി ഭീമനെ പ്രഹരിക്കാനൊരുങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ ഭീമൻ എന്ന് പറയുന്ന ഒരൊറ്റ യോദ്ധാവിനെ ഇവരെല്ലാവരും കൂടെ വളഞ്ഞ് അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്നു. എന്താ പറയാം, ദ്രോണരൊന്നാമത് ഈ അസ്ത്രം മഴ പോലെയാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരും കൂടെ അങ്ങോട്ട് അസ്ത്രം ചെയ്തു. കൗരവ രാജകുമാരന്മാരും കൂടെ അസ്ത്രം ചെയ്തു. ആ അസ്ത്രത്തിനെ ചെറുത്ത് നിന്നുകൊണ്ട് ഭീമൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിദോരസ്കൻ അതുപോലെ കുന്തലീനൻ എന്ന് പറയുന്ന 2 ധൃതരാഷ്ട്രപുത്രന്മാരെ അങ്ങോട്ട് വധിച്ചു. അപ്പോൾ എല്ലാവരും ആലോചിച്ചു, ഇന്നല്ലേ ഇവൻ ഓൾറെഡി 8 എണ്ണത്തിനെ തീർത്തത്, അടുത്ത 2 എണ്ണത്തിനെയും കൂടെ വീഴ്ത്തി. എന്നിട്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് ഭീമൻ ദ്രോണാചാര്യരുടെ അസ്ത്രപ്രഹരത്തെ നേരിട്ട് കൊണ്ട് തന്നെ മൂർച്ച കൂടിയ 7 അസ്ത്രങ്ങളെടുത്ത് തൻ്റെ വില്ലിൽ ചേർത്ത് പിടിപ്പിച്ചു. എന്നിട്ട് ആ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് 7 കൗരവ രാജകുമാരന്മാരെ കൂടെ വീഴ്ത്തി. അവരുടെ പേരുകളെന്ന് പറയുമ്പോൾ അനാദൃഷ്ടി, കുന്തഭേദൻ, വൈരുതൻ, ദീർഘലോചനൻ, ദീർഘബാഹു, സുബാഹു, കനകധ്വജൻ എന്നായിരുന്നു ആ 7 കൗരവ രാജകുമാരന്മാരുടെ പേര്. അങ്ങനെ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് മുൻപ് ഭീമസേനൻ 8 കൗരവ രാജകുമാരന്മാരെ വീഴ്ത്തി. ഇപ്പോൾ 9 കൗരവ രാജകുമാരന്മാരെ കൂടെ വീഴ്ത്തി. അങ്ങനെ ടോട്ടൽ ഇന്നത്തെ ഒരൊറ്റ ദിവസം ഭീമൻ
17 എണ്ണത്തിനെയാണ് വീഴ്ത്തിയത്. ഇതിനു മുമ്പ് 4-ാം ദിവസം ഭീമൻ 8 പേരെയും വീഴ്ത്തി. മൊത്തവും ഭീമൻ ഇതുവരെ 25 കൗരവ രാജകുമാരന്മാരെ, ധൃതരാഷ്ട്രപുത്രന്മാരെ വീഴ്ത്തി. ബാക്കി ഇനി വെറും 75 കൗരവ രാജകുമാരന്മാരും കൂടെ. ഭീമൻ്റെ ഈ ഒരു പ്രകടനം അന്നത്തെ ദിവസം യുദ്ധഭൂമി മുഴുവനും പ്രശസ്തമായി. കാരണം മഹാഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരുടെ അസ്ത്രപ്രഹരം ഏറ്റുകൊണ്ടിരുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഭീമൻ 9 രാജകുമാരന്മാരെ കൂടെ വീഴ്ത്തിയത്. ഈ സമയത്ത് ഭീഷ്മരും ഭഗദത്തനും കൃപാചാര്യരും കൂടെ അർജുനനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അയച്ചിരുന്ന എല്ലാ അസ്ത്രങ്ങളെയും, ശ്രേഷ്ഠമായ ആയുധങ്ങളെയും, ദിവ്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അസ്ത്രങ്ങളെയും എല്ലാം അർജുനൻ എഫക്റ്റീവായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് നിന്നു. അംബസ്തൻ എന്ന രാജാവ് ആ സമയത്ത് അഭിമന്യുവുമായിട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അഭിമന്യു അംബസ്ത രാജാവിൻ്റെ രഥം തകർത്തു. എന്നാൽ രഥം തകർത്ത അപമാനത്തിൽ അഭിമന്യുവിന് നേരെ ഒരു വാള് വലിച്ചെറിഞ്ഞതിന് ശേഷം അംബസ്തൻ എന്ന രാജാവ് ഹാർദിക്കേൻ്റെ രഥത്തിൽ കയറി. എന്നാൽ യുദ്ധത്തിൽ അതീവ അഗ്രഗണ്യനും മെയ്വഴക്കത്തിൽ അതിനിപുണനുമായിട്ടുള്ള അഭിമന്യു ഈ പറന്നു വരുന്ന വാളിൽ നിന്ന് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവ സൈന്യത്തിൻ്റെ പടത്തലയ്ക്കിൽ നിന്നുകൊണ്ട് കൗരവസേനയെ മുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ കൗരവസേനയിലുണ്ടായിരുന്ന ആളുകൾ പാണ്ഡവപ്പടയിലുള്ള യോദ്ധാക്കളെയും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പോരാട്ടത്തിൽ ചില യോദ്ധാക്കളെല്ലാം ആയുധങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് മുഷ്ടിയുദ്ധം നടത്തുന്നു. ചിലവർ പല്ലും നഖവും കൊണ്ട് പോരാടുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, മനുഷ്യരല്ലാത്ത രീതിക്ക് ക്രൗര്യമായിട്ടുള്ള മൃഗങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നു. അങ്ങനെ സൂര്യാസ്തമയമായപ്പോൾ ഇരുപക്ഷവും യുദ്ധം അവസാനിപ്പിച്ച് പിറക്കോട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പാണ്ഡവരും കൗരവരും അവരവരുടെ ക്യാമ്പുകളിലേക്ക് തിരിച്ചുപോയി. ഈ സമയത്ത് ദുര്യോധനൻ റെസ്റ്റ് ചെയ്യുന്ന ദുര്യോധനൻ്റെ ശിബിരത്തിൻ്റെ അകത്തിരുന്നു കൊണ്ട് ദുര്യോധനൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശകുനി ഉണ്ടായിരുന്നു, ദുശാസനൻ ഉണ്ടായിരുന്നു, മറ്റൊരു യോദ്ധാവും അവിടെ ഉണ്ടായിരുന്നു. ആ യോദ്ധാവ് ഇട്ടിരുന്ന വസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്കും സ്വർണ്ണ നിറത്തിലുള്ള പട്ടായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പട്ട് ധരിച്ചുകൊണ്ട് മേലാടയുമിട്ട് കയ്യിൽ അതുപോലെ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള കാപ്പുകളെല്ലാം ധരിച്ച് നെറ്റിയിൽ സൂര്യൻ്റെ അടയാളവും ഇട്ടുകൊണ്ട് ഒരു യോദ്ധാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉടനെ തന്നെ ദുര്യോധനൻ അവിടെ സംസാരിക്കുന്നു. പാണ്ഡവരെങ്ങനെ ഇത് ജയിക്കുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. ഭീഷ്മരും ദ്രോണരും ഒക്കെ ഉണ്ടായിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആയുധങ്ങൾ നശിക്കുന്നു, എൻ്റെ സൈന്യം വീഴുന്നു, എൻ്റെ പടയാളികളിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവനും സംശയമാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഇനി അങ്ങ് തന്നെ പറയൂ എൻ്റെ മിത്രമേ കർണ, ഞാൻ എന്ത് ചെയ്യണമെന്ന്. അതെ, ആ യോദ്ധാവ് കർണനായിരുന്നു. ദുര്യോധനൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് കർണൻ തൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം. അതിലൊരു സംശയവും നീ വെക്കണ്ട. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. മഹാമയനായ ഭീഷ്മരോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞാൽ, മഹാമയനായ ഭീഷ്മർ യുദ്ധത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെ അദ്ദേഹം വെച്ചാൽ, ഞാൻ നിനക്ക് വേണ്ടി ഭീഷ്മർ നോക്കി നിൽക്കവേ അത്ര പാണ്ഡവരെയും വധിക്കുന്നതായിരിക്കും. പാണ്ഡവരെ മാത്രമല്ല, സോമകരെയും ഭീഷ്മർ നോക്കി നിൽക്കവേ ഞാൻ നിനക്ക് വധിച്ചു തരാം. പക്ഷേ ഒരു കാര്യം നീ സ്മരിച്ചു കൊള്ളുക, ഭീഷ്മർക്ക് എന്നും പാണ്ഡവരോട് വാത്സല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭീഷ്മർക്ക് പാണ്ഡവരെ ഈ യുദ്ധത്തിൽ വീഴ്ത്താനായിട്ടുള്ള കെൽപ്പില്ല. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം വാത്സല്യം അവരോടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പാണ്ഡവർ വീഴും? അതുകൊണ്ട് നീ പെട്ടെന്ന് ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് പോയി അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കിയാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് പാണ്ഡവരെ മുഴുവനും തീർത്തു തരാം. പാണ്ഡവരെ മാത്രമല്ല, പാണ്ഡവരുടെ കൂടെയുള്ള അവരുടെ കൂട്ടുകാരെയും അവരുടെ വെൽവിശ്വസനെയും എല്ലാവരെയും ഞാൻ നിനക്ക് വേണ്ടി വധിച്ചു തരാം ദുര്യോധന എന്ന് കർണന മുഴങ്ങുന്ന ശബ്ദത്തിൽ ദുര്യോധനനോട് പറഞ്ഞപ്പോൾ എന്തൊന്നില്ലാത്തൊരു കോൺഫിഡൻസ് ദുര്യോധനന് വന്നു. തൻ്റെ കൂട്ടുകാരനിൽ അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ദുര്യോധനൻ ചാടി എണീച്ചിട്ട് ദുശാസനനോട് പറഞ്ഞു, ദുശാസന, എൻ്റെ കൂടെ വരുന്നവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിനൊത്ത രീതിക്ക് വസ്ത്രമണിയുക. അതായത് നല്ല ഫ്രഷായി നല്ല അലങ്കാരത്തോടു കൂടി വസ്ത്രങ്ങളെല്ലാം ധരിച്ച് എൻ്റെ കൂടെ വാ, നമുക്ക് നേരെ പിതാമഹൻ്റെ കൂടാരത്തിലേക്ക് പോകാം. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഭീഷ്മ പിതാമഹൻ്റെ ശിബിരത്തിലേക്ക് പോയി. അങ്ങനെ ദുര്യോധനൻ പെട്ടെന്ന് ഭീഷ്മരുടെ ശിബിരത്തിലെത്തി. സ്വർണ്ണ ഇരിപ്പിടത്തിൽ ശാന്തഗംഭീരനായ ഭീഷ്മർ ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടത്. ഭീഷ്മരുടെ ആ ഇരിപ്പ് കണ്ടുടനെ തന്നെ കണ്ണുകൾ നിറഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടുകൂടി കൈകൂപ്പിക്കൊണ്ട് ദുര്യോധനനും കൂടെ വന്നവരും ഭീഷ്മരുടെ അടുത്ത് തന്നു. ദുര്യോധനൻ്റെ ഈ വരവ് കണ്ടുടനെ തന്നെ ഭീഷ്മർ ചിന്തിച്ചു കാണും, കുരുത്തം കെട്ട ചെറുക്കൻ എന്ത് പുതുത്തിരിപ്പും കൊണ്ട് വരെയാണെന്തോ.
അങ്ങനെ വന്നിട്ട് ഭീഷ്മരെ വണങ്ങിയിട്ട് പറഞ്ഞു, പിതാമഹ, അങ്ങയിലാണ് നമ്മൾ ശരണാഗതി സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ കരുതി ദേവന്മാരെപ്പോലും വീഴ്ത്താൻ കഴിയുന്ന ശക്തമായിട്ടുള്ളൊരു സേനയാണ് എനിക്കുള്ളതെന്ന്. കാരണം അങ്ങിൽ എനിക്ക് അത്രത്തോളം വിശ്വാസമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് എനിക്ക് വാഗ്ദാനം തന്നതല്ലേ പാഞ്ചാലരെയും സോമകരെയും അതുപോലെ തന്നെ പാണ്ഡവരെയും അങ്ങ് എനിക്ക് വേണ്ടി വീഴ്ത്തിത്തരാമെന്ന്. പക്ഷെ അങ്ങ് ഇതുവരെ അതൊന്നും ചെയ്യുന്നില്ല, ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെയും എൻ്റെ കൂട്ടരുടെയും നന്മ ഓർത്തുകൊണ്ട് അവരെ എല്ലാവരെയും അങ്ങ് വീഴ്ത്തണം, പാണ്ഡവരെയും വീഴ്ത്തണം. എന്നാൽ അങ്ങേക്ക് പാണ്ഡവരോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അവരെ സംരക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, നമ്മളോടുള്ള വെറുപ്പിൻ്റെ പുറത്ത് പാണ്ഡവരെ വധിക്കാതിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ദൗർഭാഗ്യം കൊണ്ട് അങ്ങ് എനിക്ക് തന്ന വാക്കുകളൊന്നും പാലിക്കാതെ അവരെ വധിക്കാതിരിക്കാനാണ് പോകുന്നതെങ്കിൽ, ദയവ് ചെയ്ത് യുദ്ധക്കളത്തിലെ രത്നമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അംഗരാജൻ കർണനെ യുദ്ധത്തിൽ കയറുവാനായിട്ടുള്ള, യുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ടുള്ള, യുദ്ധത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അനുവാദം എനിക്ക് നൽകിയാലും. അതായത് ഭീഷ്മരുടെ ആയുധം വെച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നതാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഭീഷ്മരുടെ മുമ്പ് ഇങ്ങനെ കൈകൂപ്പി നിന്നു. ഇത് കണ്ട ഭീഷ്മരുടെ നെഞ്ചിൽ കൂരമ്പകൾ തറച്ചതുപോലെ ഭീഷ്മർക്ക് ഒരു വല്ലാത്ത വേദനയുണ്ടാക്കി. ഭീഷ്മർ പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഭീഷ്മർ മിണ്ടാതെ ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് ഒരു സർപ്പം ചീറ്റുന്നത് പോലെ ഭീഷ്മർ ഇങ്ങനെ ഏങ്ങിയിട്ട് ഭീഷ്മർ പിരികം ചൊളിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവരെ നോക്കിയപ്പോഴത്തേക്കും ഈ വന്നു നിന്ന കൗരവരെല്ലാവരും രണ്ടടി പിറക്കോട്ട് പോയി. കാരണം ആ നോട്ടത്തിൽ ഇവരെ ഭസ്മമാക്കി കളയുമെന്ന് ഇവർക്ക് തോന്നിപ്പോയി. അങ്ങനെ ഭയന്നുകൊണ്ട് ഇവർ ഭീഷ്മരുടെ മുന്നിൽ നിൽക്കുകയാണ്. ഭീഷ്മർ പറഞ്ഞ്, എന്തിനാണ് കൂരമ്പ് പോലത്തെ വാക്കുകൾ കൊണ്ട് നീ എന്നെ മുറിവേൽപ്പിക്കുന്നത്? നിൻ്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഭീഷ്മരുടെ ജീവൻ രക്ഷിക്കാൻ പോലും ഭീഷ്മർ നോക്കുന്നില്ല. ആ രീതിക്കാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നീ ഇതിങ്ങനെ സംസാരിച്ചതിൻ്റെ അടുത്ത്? പണ്ട് ഖാണ്ഡവദഹന സമയത്ത് പാണ്ഡവർ അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. എന്തിനേറെ പറയണം, അർജുനൻ ദേവേന്ദ്രനെ പോലും യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അത് തെളിവാണ് പാണ്ഡവർ അജയ്യരാണെന്നുള്ള കാര്യത്തിൽ. പിന്നെ പണ്ട് നിന്നെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിയത് ഓർമ്മയുണ്ടോ? അന്ന് നിൻ്റെ സഹോദരന്മാരും സൂതപുത്രനായ രാധേയനും ഓടുകയാണ് ചെയ്തത്. നിന്നെ അന്നും വിടുവിപ്പിച്ചത് അർജുനനും കൂട്ടരുമാണ്. അതുപോലെ തന്നെ വിരാട യുദ്ധത്തിൽ നമ്മളെ അവൻ ഒറ്റയ്ക്കാണ് നേരിട്ടത്. എന്നെയും ദ്രോണരെയും അവൻ കീഴ്പ്പെടുത്തി. അന്ന് അശ്വത്ഥാമാവിനെയും കൃപാചാര്യരെയും കർണനെയും പോലും വസ്ത്രമൂരി മാറ്റിയല്ലേ അവൻ വിട്ടത്. പിന്നെ അത് മാത്രമല്ല, കോടിക്കണക്കിന് വരുന്ന ദേവേന്ദ്രന് പോലും അജേയമായി തോന്നിയിട്ടുള്ള നിവാദ കവചന്മാരെ അവൻ ഒറ്റയ്ക്കാണ് കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം അവർ പാണ്ഡവർ അജയ്യരാണെന്നുള്ളതിൻ്റെ തെളിവാണ് മോനെ. ഞാൻ ചോദിക്കട്ടെ, ആരെക്കൊണ്ട് സാധിക്കുമടാ അവനെ വീഴ്ത്താൻ? ദുര്യോധന, നിൻ്റെ മൂഢത്വം കാരണം നിനക്ക് എപ്പോൾ എവിടെ സംസാരിക്കണമെന്നും എന്ത് പറയാൻ പാടില്ലെന്നും അറിഞ്ഞുകൂടാ എന്ന് ഭീഷ്മർ പച്ചക്കങ്ങ് പറഞ്ഞു. നിൻ്റെ ഒരുത്തൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് പാണ്ഡവരും സഞ്ജയരുമായിട്ടുള്ള ശത്രുത തന്നെ കൊണ്ടായത്. അതുകൊണ്ട് നീ യുദ്ധത്തിൽ അവരുമായി പോരാടി നിൻ്റെ ആണക്കം നമുക്ക് കാണിച്ചാ. ഇത്രയും കിടന്ന് നീ സംസാരിക്കുന്നുണ്ടല്ലോ. എന്നാലും ഞാനൊരു കാര്യം പറയാം. പാണ്ഡവ പക്ഷത്തിൽ അണിനിരക്കാൻ പോകുന്ന പാഞ്ചാലരെയും അതുപോലെ തന്നെ സോമകരെയും മുഴുവനും ഞാൻ ഉന്മൂലനം ചെയ്യുന്നതായിരിക്കും, ശിഖണ്ഡിയെ ഒഴികെ. ശിഖണ്ഡി എന്ന് പറയുമ്പോൾ പണ്ടൊരു രാജാവിൻ്റെ പുത്രിയായിട്ടുള്ള ശിഖണ്ഡിനിയായിട്ട് ജനിക്കുകയും അതിനുശേഷം വരപ്രസാദം കൊണ്ട് ശിഖണ്ഡിയായി മാറുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വധിക്കത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടോ, പോരാട്ടം തുടങ്ങുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഭീഷ്മർ വീഴും, അല്ലെങ്കിൽ ഭീഷ്മർ കാരണം അവിടെയുള്ള എല്ലാവരും വീഴും. നാളെ നിൻ്റെ പിതാമഹനായിട്ടോ സർവ്വസൈന്യാധിപനമായിട്ടോ അല്ല ഞാൻ വരാൻ പോകുന്നത്, പാണ്ഡവ പക്ഷത്തിൻ്റെ മൃത്യുവായിട്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഗാന്ധാരിപുത്ര, ശാന്തമായി പോയി കിടന്നുറങ്ങിയാലും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ ആ ഒരു ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിലൊക്കെ ഇതൊക്കെ കൂടെ കേട്ടാൽ ആരായാലും തൊഴുതു പോകും. എന്നിട്ട് ദുര്യോധനൻ ഉടനെ തന്നെ തൊഴുത് ബഹുമാനത്തോടു കൂടി അവിടെ നിന്ന് തൻ്റെ ശിബിരത്തിലേക്ക് തിരിച്ചുപോയി. ഇതാണ് 8ാം ദിവസത്തിൽ ഇറങ്ങിയേറിയ സംഭവങ്ങൾ. ഇനി 9ാം ദിവസത്തിലെ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ